വിങ്, ഇങ്ങനെ കുറെ റൈറ്റ് വിങ് ആണ് പോലും ഇങ്ങനെ ഓരോരോ വിങ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ മാറ്റിയില്ലേ ചെസ് ബോർഡിൽ കരുക്കൾ നീക്കുന്നോണം കളിച്ച്. ഇത് ആക്ച്വലി അവിടെ നടന്നിരിക്കുന്നത് പ്യുവർ വയലൻസ് ആണ്, ഇൻടോളറൻസ് ആണ്. അതിനാണല്ലോ യഥാർത്ഥത്തിൽ ലെഫ്റ്റ് പൊളിറ്റിക്സ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്താണോ ചെയ്യുന്നത് അതല്ലേ ലെഫ്റ്റ് പൊളിറ്റിക്സ്, അല്ലാതെ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നതല്ലോ. മാനവീയ വിരുദ്ധമായ അസഹിഷ്ണുതയിലും ഹെയ്റ്റ് പൊളിറ്റിക്സിലും അടിസ്ഥാനമാണ്. കാര്യം ഹെയ്റ്റ് ഫോർ അതേഴ്സ് ആണ്. ലെഫ്റ്റ് പൊളിറ്റിക്സിന്റെ അടിസ്ഥാനം തന്നെ എന്താണ് അതിന്റെ അടിസ്ഥാനം? അതർ. അത് ബൂർഷ ആയിരുന്നു ആദ്യം. പിന്നെ എപ്പോഴും കണ്ടിട്ടില്ലേ ആളുകളെ ഇങ്ങനെ അപഹസിച്ചുകൊണ്ടിരിക്കും കുറെ സാമ്രാജ്യത്വ വർഗീയ ദോഷങ്ങൾക്കെതിരെ. അവർക്ക് എപ്പോഴും കുറെ ശത്രുക്കൾ ഉണ്ടാവും. ഇന്ത്യയിൽ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ കോൺഗ്രസുകളിൽ മുഖ്യ ശത്രുവിനെ പ്രഖ്യാപിക്കും. മുഖ്യ ശത്രു, എതിരാളിയല്ല, മുഖ്യ ശത്രു. ശത്രു ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു ഐഡിയോളജിയാണ്. ഇവിടെ ഇയാളിപ്പോ ട്രംപിന്റെ കൂടെ ആയിരിക്കാം, ചിലപ്പം റൈറ്റ് വിങ് ആയിരിക്കാം, പക്ഷെ ഇയാള് മാറിയിട്ടുണ്ട്. അയാളൊരു ആക്ച്വലി അയാൾ എന്താണ് ഇപ്പൊ ഏറ്റവും പുറത്തു വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഒരു ട്രാൻസുമായിട്ട് റിലേഷൻ ഉള്ള വ്യക്തിയാണ്. റൈറ്റ് വിങ്ങാറിന് അത് ഉണ്ടാവില്ലല്ലോ. റൈറ്റ് വിങ്ങാറിന് ആന്റി എൽ ജി ബി ടി അല്ലേ. പിന്നെ ഇയാൾ എഴുതിയിരിക്കുന്ന ഫാഷിസത്തിനെതിരെ എന്നാണ്. ഈ ഫാഷിസത്തിനെതിരെ എന്ന് പറയുന്ന ഫാഷിസ്റ്റുകളെല്ലാം തന്നെ ലെഫ്റ്റ് അല്ലേ? നോക്കൂ, അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഫാഷിസത്തിനെതിരെ എന്ന് പറയുന്ന ഫാഷിസ്റ്റുകളെല്ലാം പരിശോധിക്കൂ. ഫാഷിസം അല്ലേ ഇയാൾ കാണിച്ചത്. ഇയാൾ ദൂരെ നിന്ന് ഒരുത്തൻ സംസാരിച്ചുകൊണ്ടിരുന്നവന്റെ കണ്ടം നോക്കി വെടിവെക്കുന്നവൻ ഫാഷിസ്റ്റാണ്. അവൻ ഫാഷിസത്തിനെതിരെ എന്നാണ് അവന്റെ മുദ്രാവാക്യം. അപ്പൊ അവൻ പ്യൂർലി ലെഫ്റ്റ് അല്ലേ? അല്ലെങ്കിലൊന്ന് പറയൂ. ഇറ്റ്സ് ലെഫ്റ്റ്. അതാണ് ലെഫ്റ്റ് ഐഡിയോളജി. വയലൻസ്, ഇൻടോളറൻസ്, ആന്റി ഹ്യൂമൻ, ദാറ്റ് ഈസ് ലെഫ്റ്റ്. ഹി വാസ്